നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് പഠിക്കാനുള്ളത് പാൽപ്പല്ലുകൾ, പല്ലുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പാൽപ്പല്ലുകൾ, മിൽക്ക് ടീത്ത്. ജനിച്ച് ഏകദേശം 6 മാസം പ്രായമാവുന്നത് മുതലാണ് പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ജനിച്ച് എത്ര നാളാവുമ്പോഴാണ് പല്ല് മുളയ്ക്കുന്നത്? 6 മാസം ആവുന്നത് മുതലാണ് പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ പല്ലുകളെയാണ് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പം ജനിച്ച് 6 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും? പല്ല് മുളയ്ക്കും. ഈ പല്ലുകൾ എന്തെന്ന് പറയും? പാൽപ്പല്ലുകൾ എന്ന് പറയും. മുകളിലും താഴെയുമായി 10 പല്ലുകളാണ് ഉണ്ടാകുന്നത്. മുകളിലും താഴെയുമായിട്ട് 10 പല്ലുകളാണ് ഉണ്ടാകുന്നത്. 6 വയസ്സ് മുതൽ പാൽപ്പല്ല് കൊഴിഞ്ഞ് പിന്നീട് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. അപ്പോൾ പാൽപ്പല്ല് കൊഴിഞ്ഞ് എപ്പോഴാണ് പാൽപ്പല്ല് കൊഴിയുന്നത്? 6 വയസ്സ് മുതൽ എന്ത് ചെയ്യും? പാൽപ്പല്ല് കൊഴിയും. അപ്പം അതിനുശേഷം വരുന്ന പല്ലുകൾക്ക് പറയുന്ന പേരാണ് സ്ഥിരദന്തങ്ങൾ. സ്ഥിരദന്തങ്ങൾ. ഇവ പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോരുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്ഥിരദന്തങ്ങൾ പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോരുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാകില്ല. ഏറ്റവും അവസാനം ഉണ്ടാകുന്നത് അറ്റത്തുണ്ടാകുന്ന അണപ്പല്ലുകളാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പല്ലുകളാണ് അണപ്പല്ലുകൾ. അത് ഏറ്റവും നമ്മുടെ വായുടെ അറ്റഭാഗത്താണ് ഉണ്ടാകുന്നത് അണപ്പല്ലുകൾ. അപ്പോൾ ഇത് നമ്മുടെ പല്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതുപോലെ ഇതെന്ന് പറയുന്നത് 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ്. 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ് ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അപ്പം ഇങ്ങനെയാണ് എന്ത് പല്ലുകൾ ഉള്ളത്. ഉളിപ്പല്ല്. മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകളുണ്ട്. ഇതിൽ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഈ ഉളിപ്പല്ലിൻ്റെ എന്താണ്? മുൻവശത്ത് താഴെ മുകളിലുമായിട്ട് എത്ര ഉളിപ്പല്ലുണ്ട്? 8 ഉളിപ്പല്ലുണ്ട്. എന്തിനാണ് ഇത് സഹായിക്കുന്നത്? കടിച്ചു മുറിക്കാൻ. ആഹാരത്തെ കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് സഹായിക്കുന്നത്. കോമ്പല്ല്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലാണുള്ളത്. കോമ്പല്ല് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഈ ഉളിപ്പല്ലുകൾക്ക് വശങ്ങളിലായിട്ട് മുകളിലും താഴെയുമായിട്ട് എത്ര പല്ലുകളുണ്ട്? 4 പല്ലുകളുണ്ട്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഇവ സഹായിക്കുന്നു. കടിച്ചു കീറാനാണ് ഇവ സഹായിക്കുന്നത്. അടുത്തത് അഗ്രചർവണകം. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകളുണ്ട്. അപ്പോൾ കോമ്പല്ലിന് സമീപമായിട്ട് മുകളിലും താഴെയായിട്ട് 8 പല്ലുകളുണ്ട്. ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകം സഹായിക്കുന്നത്. ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അഗ്രചർവണകം സഹായിക്കുന്നത്. ചർവണകം. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് 12 പല്ലുകൾ കാണപ്പെടുന്നു. അപ്പോൾ അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ടുള്ള 12 പല്ലുകളാണ് ചർവണകം എന്ന് പറയുന്നത്. ചവച്ചരയ്ക്കാനാണ് ഈ ചർവണകങ്ങൾ സഹായിക്കുന്നത്. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അണപ്പല്ലുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അണപ്പല്ലുകൾ എന്ന് പറയുന്നത് ഈ ചർവണകത്തെയും അതുപോലെ അഗ്രചർവണകത്തെയുമാണ് ചേർത്താണ് എന്തെന്ന് പറയുന്നത്? അണപ്പല്ലുകൾ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയായവരിൽ ആകെ 32 പല്ലുകൾ കാണപ്പെടുന്നു. അപ്പോൾ പ്രായപൂർത്തിയായ ഒരാളിൽ എത്ര പല്ലുകൾ കാണും? 32 പല്ല് കാണും. പ്രായപൂർത്തിയായ ഒരാളിൽ 32 പല്ല് കാണും. ദഹന വ്യവസ്ഥ. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിനുതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പം എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ആവശ്യമായ രീതിയിൽ, ആഗിരണത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നതിനെയാണ് ദഹന പ്രക്രിയ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. ഇപ്പോൾ ദഹനം എന്ന് പറയുമ്പം അവിടെ എന്തൊക്കെ വരും? വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഇത്രയും ചേർന്നതാണ് ദഹനം എന്ന് പറയുന്നത്. വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് ഇതിലെ ഘട്ടങ്ങളെന്ന് നോക്കാം. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം ആഹാര സ്വീകരണമാണ്. ആഹാരം സ്വീകരിക്കുക എന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പം ആദ്യമായി പറഞ്ഞു നമ്മൾ ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള ലഘു ഘടകങ്ങളെ ഘടകങ്ങളെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്.
ഇനി ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയെ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയെ സ്വാംശീകരണം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ദഹനം നടക്കുന്നു. ഈ ദഹനത്തിലൂടെയുള്ള ദഹനത്തിലുള്ള ആഹാരം സ്വീകരിക്കുന്നതിനെ ആഗിരണമെന്നും അതുപോലെ ഈ ഘടകങ്ങളെ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയെ സ്വാംശീകരണം എന്നും പറയുന്നു. ശരീരപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. അപ്പം അവസാന ഘട്ടമാണ് വിസർജനം. അപ്പം ഇത്രയും ചേർന്നതാണ് പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി വിശദമായിട്ട് ദഹന പ്രക്രിയയെ പറ്റി നോക്കാം. ഉമിനീരും ദഹനം. അപ്പോൾ ഉമിനീർ ഗ്രന്ഥങ്ങൾ, നമ്മുടെ വായിലെ ഉമിനീര്, നമുക്കറിയാം ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികൾ. അപ്പോൾ ഈ ഗ്രന്ഥികളാണ് എന്ത് ചെയ്യുന്നത്? ഉമിനീര് പുറപ്പെടുവിക്കുന്നത്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. അപ്പോൾ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥിയുണ്ട്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥിയാണ് ഉള്ളത്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥിയാണ് വായിൽ ഉള്ളത്. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശേഷ്മവും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഉമിനീരിൽ എന്തൊക്കെയുണ്ട്? സലൈവറി അമിലേസും ലൈസോസൈമും ശ്ലേഷ്മവും. സലൈവറി അമിലേസും ലൈസോസൈമും രാസാഗ്നികളാണ്. അതിൻ്റെ ഒപ്പം എന്തുകൂടെ കാണും? ശ്ലേഷ്മവും അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നത് ശേഷ്മമാണ്. അപ്പം ശ്ലേഷ്മം എന്താ ചെയ്യുന്നത്? ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുക എന്നതാണ് ശ്ലേഷ്മത്തിൻ്റെ അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് ലൈസോസൈം സഹായിക്കുന്നു. ഭക്ഷണത്തിലൂടെ നമ്മൾ വാ തുറന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ നിന്നുമൊക്കെ എന്ത് ചെയ്യാം? ചിലപ്പോൾ അണുബാധയൊക്കെ എന്ത് ചെയ്യാം? ഉണ്ടാകാം. ഇതിനെയൊക്കെ ഒരു പരിധിവരെ ഈ അണുക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു പരിധിവരെ ലൈസോസൈം എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുന്നു, അതിനുവേണ്ടി സഹായിക്കുന്നു. സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നു. അപ്പം നമ്മുടെ ദഹനത്തിൻ്റെ പ്രക്രിയ എവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ്? വായിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള സലൈവറി അമിലേസും ലൈസോസൈമും ശ്ലേഷ്മവും നമ്മുടെ ദഹന പ്രക്രിയ എന്ത് ചെയ്യുന്നു? വളരെയധികം ആദ്യം മുതലേ സഹായിക്കുന്നുണ്ട്. അപ്പം സലൈവറി അമിലേസ് എന്ത് ചെയ്യുന്നു? ഭാഗികമായിട്ട് അന്നജത്തെ എന്തായിട്ട് മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഇനി ആഹാരം വിഴുങ്ങുന്ന രീതി. അപ്പം നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? അമർത്തി ഉരുളകളാക്കി മാറ്റുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ചെറുനാക്ക് എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. ഈ ഭാഗം എന്ത് ചെയ്യുന്നു? ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ഈ ഭാഗം അടയ്ക്കും. അപ്പം നമ്മുടെ ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ, അതായത് മൂക്കിലേക്കുള്ള ആ ഒരു ഇതിന് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗം അടയ്ക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? അത് മുകളിലോട്ട് പോവാതെ താഴോട്ട് തന്നെ വരുന്നത്. നാക്കിൻ്റെ പിൻഭാഗം, ഈ നാക്കിൻ്റെ പിൻഭാഗമാണ്, ഇതാണ് നമ്മുടെ നാവ്. നാക്കിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിതാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ അന്നനാളത്തിലേക്ക് കറക്റ്റായിട്ട് കടത്തിവിടുന്നത് ആരാണ്? ഈ നാക്കിൻ്റെ പിൻഭാഗമാണ്. അതുപോലെ ഈ ക്ലോമപിതാനം, ഇതാണ് ക്ലോമപിതാനം, ഈ ഭാഗമാണ് ക്ലോമപിതാനം. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. അപ്പോൾ ശ്വാസനാളത്തെ എന്ത് ചെയ്യുന്നു? ഇത് അടച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആഹാരം വിഴുങ്ങുമ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അടുത്ത് ആമാശയം. അന്നനാളത്തിലൂടെ എന്ത് ചെയ്തു? ആഹാരം ആമാശയത്തിലെത്തി. വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴിയാണ് ആമാശയത്തിൽ എത്തുന്നത്. ഇതിനെ സഹായിക്കുന്നത് അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ്. അപ്പം ഈ ഒരു നമ്മുടെ അന്നനാളത്തിൽ കൂടെ, ഈ നീണ്ട കുഴലിലൂടെ നമ്മുടെ ആമാശയത്തിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഒരു തരംഗ രൂപത്തിലുള്ള ചലനമാണ്. ഇതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു രീതിയിൽ, ഇതിപ്പോൾ ആമാശയത്തിലുള്ള പെരിസ്റ്റാൾസിസ് ആണ്. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പെരിസ്റ്റാൾസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് എന്ത് ചെയ്യുന്നത്? തരംഗ ചലന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ആമാശയഭിത്തിയിലൂടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് പരുവത്തിലാവുന്നു. അപ്പോൾ ആമാശയഭിത്തിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ആഹാരം കുഴമ്പ് പരുവത്തിൽ ആവുകയാണ് ചെയ്യുന്നത്. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസ്യമായും ദഹിപ്പിക്കുന്നു. അപ്പം ആമാശയം കുറച്ച് ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവ എന്ത് ചെയ്യുന്നു? ആഹാരത്തെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു, രാസീയമായിട്ട് ദഹിപ്പിക്കുകയും ചെയ്യുന്നു.
അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ആമാശയത്തിൽ നിന്ന് നേരെ ആഹാരം ചെറുകുടലിലേക്ക് പോകുന്നു. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. 5 മുതൽ 6 മീറ്റർ വരെയാണ് മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം എന്ന് പറയുന്നത്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായിട്ട് ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. അപ്പോൾ ഉദരാശയത്തിൽ അനേകം മടക്കുകളായിട്ട് ചുറ്റി വളഞ്ഞ് ആണ് എന്ത് കാണപ്പെടുന്നത്? ഈ ചെറുകുടൽ കാണപ്പെടുന്നത്. ഇപ്പോൾ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. തന്മൂലം ചെറുകുടലിൻ്റെ ആഹാരം ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനം മാത്രമേ നീങ്ങിയുള്ളൂ. അപ്പം ഒന്ന് ചെറുകുടൽ നീളം കൂടുതലാണ്, വണ്ണം കുറവാണ്, പിന്നെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആഹാരം വളരെ സാവധാനത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇതിൽ കൂടെ നീങ്ങുകയുള്ളൂ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ ദഹനം പൂർത്തിയാകുന്നതും ആഹാരത്തിൻ്റെ ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. കുഴമ്പ് രൂപത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ കുഴമ്പ് രൂപത്തിലുള്ള ആഹാരം ആദ്യം എങ്ങോട്ട് കടക്കുന്നു? പക്വാശയത്തിലേക്ക് കടക്കുന്നു. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം, അവിടേക്ക് കടക്കുന്നു. അവിടേക്ക് കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നു. അപ്പം ആ ഒരു പക്വാശയത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കരളും ആഗ്നേയ ഗ്രന്ഥിയും ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആ ഒരു പൊതു കുഴലിലൂടെ എത്തിച്ചേരുന്നു. അവയിലെ എൻസൈമുകൾ ഭാഗികമായി ദഹിച്ച ആഹാര ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നു. അപ്പം അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ദഹന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ത്രരസവുമായി കലരുന്നു. അപ്പോൾ പക്വാശയത്തിൽ നിന്ന് ആഹാരം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ത്രരസവുമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ആഹാരം വീണ്ടും കലരുന്നു. അതിൽ വ്യത്യസ്ത എൻസൈമുകളുണ്ട്. അപ്പം വ്യത്യസ്ത എൻസൈമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചിലത് മാൾട്ടോസിനെയും പാലിലെ ധാന്യകമായ ലാക്ടോസിനെയും പഞ്ചസാരയെയും ഒക്കെ ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഈ ആഹാരത്തിലെ ഘടകങ്ങളെ മറ്റ് സൂക്ഷ്മ ഘടകങ്ങളാക്കി മാറ്റുന്നു. അതിലെന്താണ്? ചില എന്ത് ചെയ്യുന്നു? മാൾട്ടോസിനെയും അതുപോലെ പാലിലെ ധാന്യകമായ ലാക്ടോസിനെയും എന്താക്കി മാറ്റുന്നു? പഞ്ചസാരയൊക്കെ, അതായത് സുക്രോസിനെയൊക്കെ ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ഘടകങ്ങളാക്കി മാറ്റുന്നു. മറ്റൊരു വിഭാഗം എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. മറ്റൊരു വിഭാഗം എന്ത് ചെയ്യുന്നു? പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. അടുത്തത് ആഗിരണം ആരംഭിക്കുന്നു. അപ്പം ഇനിയാണ് എന്ത് ചെയ്യുന്നത്? ആഗിരണം നടക്കുന്നത്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. അപ്പോൾ ഈ ചെറുകുടലിൽ എന്തുണ്ട്? ഈ ആഗിരണം ചെയ്യാനായിട്ട് തന്നെ സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അവയാണ് പറയുന്നത് വില്ലസുകൾ. ഇവ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പം ആഗിരണത്തിന് വേണ്ടിയിട്ടുള്ള അവിടെയുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് ആര് സഹായിക്കുന്നു? ഈ വില്ലസുകൾ സഹായിക്കുന്നു. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫുലോമികകളായ ലാക്ടിയലുകളും കാണപ്പെടുന്നു. അപ്പോൾ ഈ വില്ലസിൽ എന്തൊക്കെയുണ്ട്? ഒറ്റ നിര കോശങ്ങളാണ് ഈ വില്ലസുകൾ എന്ന് പറയുന്നത്. ഇതിൽ രക്തലോമികകളുണ്ട്. വില്ലസിൽ എന്തുണ്ട്? രക്തലോമികകളുണ്ട്. അതുപോലെ ലിംഫുലോമികകളായ ലാക്ടിയലുകളും ഉണ്ട്. അപ്പോൾ രക്തലോമികകളും ഉണ്ട്, ലിംഫുലോമികകളായ ഈ ലാക്ടിയലുകളും എവിടെ കാണപ്പെടുന്നു? വില്ലസുകളിൽ കാണപ്പെടുന്നു. ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ജലത്തിൽ ലയിക്കുന്നതായിട്ടുള്ള ലഘു പോഷകങ്ങൾ എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് ഇവിടെ വെച്ച് ആഗിരണം ചെയ്യുന്നു. ഫാറ്റി ആസിഡും ഗ്ലിസറോളും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുമല്ലോ. അത് ജലത്തിൽ ലയിക്കുന്നത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ജലത്തിൽ ലയിക്കുന്നത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുന്നുള്ളൂ. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. അപ്പം വില്ലസിലാണ് ഏകദേശം 90% ജലത്തിൻ്റെയും പോഷക ഘടകങ്ങളുടെയും ആഗിരണം നടക്കുന്നത്. വില്ലസ് എവിടെയാണ് കാണപ്പെടുന്നത്? ചെറുകുടലിലാണ്. അപ്പോൾ ഇതാണ് ഒരു വില്ലസിൻ്റെ സ്ഥാനവും ഘടന. അപ്പം വില്ലസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചെറുകുടലിൽ വില്ലസിൻ്റെ സ്ഥാനം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ചെറുകുടലിൽ ഈ കാണപ്പെടുന്നത് വില്ലസാണ്. വില്ലസിൻ്റെ കുറച്ചുകൂടെ സൂം ചെയ്തിട്ടുള്ള രൂപമാണ് ഇത്. നമുക്ക് എങ്ങനെ ഇതാണ് വില്ലസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ കാണപ്പെടുന്നത് രക്തലോമികകളാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ഒക്കെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ രക്തലോമികകളിലൂടെയാണ്. ഈ കാണപ്പെടുന്നതാണ് ലാക്റ്റിയൽ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾക്കിടയിലെ ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പം ആഗിരണങ്ങളൊക്കെ നടക്കുന്ന അതാണ് ഈ ഒരു രക്തലോമികളിലും ലിംഫലോമികളിലും കൂടെയാണ്. ഇത് ധമനിയുടെ ശാഖയാണ്, ഇത് ലിംഫ് വാഹിയാണ്, ഇത് സിരയുടെ ശാഖയാണ്. ഇതാണ് വില്ലസിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ ആഗിരണത്തിന് വേണ്ടി സഹായിക്കുന്നത് ആരാണ്? വില്ലസ് ആണ്. ആഗിരണത്തിന് പിന്നിൽ, അപ്പൊ ഈ ആഗിരണത്തിന് പിന്നിൽ എന്താണ് നടക്കുന്നത്? ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഗാഢതാക്രമത്തിനനുസരിച്ച് അതുപോലെ ഗാഢതാക്രമത്തിനെതിരെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ നമ്മുടെ ചെറുകുടലിൽ ആഗിരണം നടക്കുന്നുണ്ട്. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. അപ്പോൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, അതുപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതുപോലെ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഗാഢതാക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്ക് ഊർജ്ജം ആവശ്യമില്ല. അപ്പോൾ ഗാഢതാക്രമത്തിന് അനുകൂലമായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസിനൊന്നും എന്താവശ്യമില്ല? ഊർജ്ജം ആവശ്യമില്ല. ഇനി എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ, എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് നോക്കാം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകുന്നതാണ് എന്തോന്ന്? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കൂടിയിടത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ. ലാക്റ്റേറ്റിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. അപ്പം സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നതിന് എക്സാമ്പിൾ എന്താണ്? ഈ ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം ലാക്റ്റേറ്റിൽ നടക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നു? കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ചലിക്കുന്നു. അർദ്ധധാര്യ സ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതുമൊക്കെ ഡിഫ്യൂഷന് ഉദാഹരണമാണ്. ഡിഫ്യൂഷൻ ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിലാണ്. അപ്പം ചില ഡിഫ്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണ്? കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിലാണ്. കോശസ്തരത്തിലെ പ്രോട്ടീൻ്റെ സഹായത്തോട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. ഇതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതുപോലെ അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് നടക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതുപോലെ ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ ആഗിരണം എങ്ങനെയാണ് നടക്കുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് നടക്കുന്നത്. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസിലൂടെയാണ് ജലമാഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജലമാഗിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഓസ്മോസിസിലൂടെയാണ് ജലമാഗിരണം ചെയ്യുന്നത്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പം ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള തന്മാത്രകളുടെ പ്രവാഹത്തെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. അപ്പോൾ ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾ മാത്രം എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ ഓസ്മോസിസ് നടക്കുകയുള്ളൂ. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ജലതന്മാത്രകളുടെ ആഗിരണമാണ് കേട്ടോ. അടുത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ചില സന്ദർഭങ്ങളിൽ ഗാഢതാക്രമത്തിന് വിപരീതമായും ആഗിരണം നടക്കാം. അപ്പം ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? ഈ ഗാഢതാക്രമത്തിന് വിപരീതമായിട്ടും ആഗിരണം നടക്കുന്നുണ്ട്. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക്, കുറഞ്ഞിടത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ, ഊർജം ഉപയോഗിച്ചിട്ട് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? തന്മാത്രകൾ ആഗിരണം ചെയ്യുന്നുണ്ട്, കുറഞ്ഞിടത്തു നിന്നും കൂടിയെടുത്തോട്ട്. അപ്പോൾ ഇതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ എന്തെന്ന് പറയുന്നു? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഗാഢത കുറഞ്ഞിടത്തു നിന്നും കൂടിയെടുത്തോട്ട് തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. അപ്പം ഗ്ലൂക്കോസിൻ്റെയും ലവണങ്ങളുടെയൊക്കെ ഗാഢത കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആഗിരണം നടക്കുന്നത്.
തന്മൂലം കോശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസ് ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നു. അപ്പം ഈ ഒരു രീതിയിൽ ആഗിരണം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കോശത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്പം പോലും നഷ്ടപ്പെടാതെ എന്ത് ചെയ്യുന്നു? ഈ ലവണങ്ങളും ഗ്ലൂക്കോസുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് കടക്കുന്നു, വൻകുടലിലേക്ക് പുറത്തേക്ക്. അപ്പം നമ്മുടെ ദഹന പ്രക്രിയ എവിടെ വെച്ച് കഴിഞ്ഞു? ചെറുകുടലിലേക്ക് വെച്ച് കഴിഞ്ഞല്ലേ. ഇനിയിപ്പോൾ ആഗിരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ആഗിരണം എവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യും എന്ന് നോക്കാം. വൻകുടലിലേക്കും പുറത്തേക്കും. പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹന അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. അപ്പം ആഗിരണം കഴിഞ്ഞതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ എങ്ങോട്ട് നീങ്ങുകയാണ്? വൻകുടലിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ചെറുകുടലിൽ വച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പം നമ്മുടെ മാക്സിമം പോഷകഘടകങ്ങളെല്ലാം ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ എവിടെ വെച്ച് ആഗിരണം ചെയ്യുന്നു? വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ആഗിരണവും വൻകുടലിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ ചില വൻകുടലിലുള്ള ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു? വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ആഗിരണവും എവിടെ വെച്ചാണ് നടക്കുന്നത്? ഈ വൻകുടലിൽ വെച്ചാണ് നടക്കുന്നത്. ഇവയുടെ തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പം ബാക്കിയുള്ള ആഗിരണങ്ങൾ കൂടെ വൻകുടലിൽ വെച്ച് നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? മലാശയത്തിലേക്ക് പോകുന്ന ബാക്കി അവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത്. ഇതിന് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. അപ്പം അന്നപഥത്തിൽ തുടങ്ങി അല്ലെങ്കിൽ അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ, അതായത് ദഹനം പൂർത്തിയാകാൻ എത്ര സമയം വേണം? 4 മുതൽ 5 മണിക്കൂർ വരെ സമയം വേണം. അപ്പോൾ ഒരു ദഹനം പൂർത്തിയാകാൻ ആവശ്യമായ സമയം എന്ന് പറയുന്നത് 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. അപ്പോൾ ഇതിനനുസൃതമായി വേണം ഭക്ഷണ സമയം ക്രമീകരിക്കും. നമ്മൾ കൃത്യമായിട്ട് സമയമായിട്ട് കൃത്യ രീതിയിലൊക്കെ ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് കൃത്യമായിട്ട് ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റും. ദഹന പ്രക്രിയകളൊക്കെ വളരെ നന്നായിട്ട് നടക്കും. അപ്പോൾ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായ സമയം എത്രയാണ്? 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. അപ്പം ഇത്രയും സങ്കീർണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സങ്കീർണമാണ് നമ്മുടെ ദഹന വ്യവസ്ഥ. വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ടോപ്പിക്കുകളെല്ലാം പഠിക്കുക. താങ്ക്